ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദർശിൻ്റെയും നൈനയുടെ നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ആദർശിൻ്റെയും നൈനയുടെയും വിശേഷത്തിൽ വളരെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദേവയാനിനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആദർശിനും നയനയ്ക്കുമായിട്ട് വളരെ സന്തോഷം ഉള്ളൊരു ദിവസമാണ്. നമ്മൾ പ്രേക്ഷകരായ നമുക്കും അതാണ് ഇഷ്ടം. കാരണം ആദർശം നയനയെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു കുടുംബജീവിതം നയിക്കുന്ന കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ദേവയാനി ആശുപത്രിയിൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഇന്ന് അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണുന്ന ജലജയും ജാനകിയുമാണ് കൂട്ടുനിൽക്കുന്നത്. കാരണം നമുക്കറിയാമല്ലോ, നയനയും ആദർശം ഇങ്ങ് പോന്നു. അപ്പം അയ്യപ്പ പാട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങ് പോന്നു. അതിൽ ആ സമയത്ത് ദേവയാനി ഒറ്റയ്ക്കാവല് എന്ന് കരുതിയാണ് രണ്ടുപേരെയും അയച്ചത്. പക്ഷെങ്കിൽ അത് വലിയൊരു ബാധ്യതയായി മാറുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും ജലജയും ജാനകിയും കൂടെ തീരുമാനിക്കുക, എന്തായാലും ഏട്ടത്തിയെ പറഞ്ഞ് എന്തെങ്കിലും പിരികേറ്റി ആദർശിനെയും നയനയും തമ്മിൽ വേർപിരിക്കണം. എങ്ങനെയെങ്കിലും ആ ഉരുമ്പട്ടവളെ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് ഇറക്കി വിടുവാനുള്ള എന്തെങ്കിലും തന്ത്രം നമ്മൾ മെനഞ്ഞേ പറ്റുള്ളൂ എന്ന് തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനമെടുത്ത് ജാനകിയും ജലജയും കൂടെ ദേവയാനിൻ്റെ ഇടയ്ക്കിൽ ചെന്നിട്ട് പറയുക, എങ്ങനെയുണ്ട് ഏട്ടത്തി, സുഖമായോ, എങ്ങനെ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഒന്നും പറയാറായിട്ടില്ലെന്നൊക്കെയാണ്. എന്ത് സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി പരാതിന് എന്നൊക്കെ പറയുമോ അവസ്ഥയോർത്ത്. അപ്പോൾ ഈ സമയത്ത് പറയും, എന്തായാലും ഏട്ടത്തിക്ക് വിഷം തന്ന അവൾ തന്നെയാണ് ഇപ്പോൾ അനന്തപുരി തറവാട്ടിൽ പറഞ്ഞു വരുത്തുന്നത്. ഇതിന് ഉത്തരവാദി നമ്മുടെ അനാമികയാണെന്നും അനാമികയുടെ തലയിൽ കെട്ടിവെക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറഞ്ഞു, ഒരിക്കലുമല്ല, അനാമിക മോൾ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അത്രത്തോളം എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, എനിക്ക് ബ്ലഡ് വരെ തരാൻ അവൾ തയ്യാറായതാണ് എന്ന് പറയുക. ഈ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ സമയത്ത് പറയുക, എന്തായാലും ഏട്ടത്തി ഇവിടെ അവൾ ആക്കിയിട്ട് അവളിപ്പോൾ സുഖിച്ച് ജീവിക്കുകയാണ്. ഈ സമയത്ത് ആദർശനോടൊപ്പം ഏട്ടത്തിനെ ഇവിടെ ആശുപത്രിയിൽ കിടത്തിയിട്ട് ആദർശൻ നയനും കൂടെ വീട്ടിൽ പോയിരിക്കുക. അവർ ഒരുമിച്ച് ഒരു ബെഡ്റൂമിലാണ് കിടക്കുന്നതെന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും അവളുടെ ബുദ്ധി കൊള്ളാം, അവൾ തന്ത്രം പഠിച്ചവളാണ്. കാരണം ഏട്ടത്തിനെ ഇവിടെ കിടത്തിയിട്ട് ഒറ്റയ്ക്ക് ആരുമില്ലാത്ത തക്കം നോക്കി ആദർശനെ വളച്ചുകൊണ്ട് പോയേക്കുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പം ദേവയാനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന്, എന്താ ചില നീ പറയുന്നത് ചോദിക്കുക. അന്നേരം പറയാം, അതേ ഏട്ടത്തി, അവളിന്ന് ഭജനപ്പാട്ടുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് അവളുടെ ആദർശൻ്റെ ബെഡ്റൂമിലാണ് കിടക്കുന്നതാണ് പറയുന്നത്. എന്താ അവളുടെ തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞ് ജലജയും ജാനയും കൂടെ ദേവയാൻ്റെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നുണ്ടോ. പെട്ടെന്ന് സഹിക്കാൻ വയ്യാതെ ജാനകി ഫോൺ വിളിച്ച് ആദർശിനെ വിളിക്കുക. അപ്പോൾ ആദർശൻ ബെഡിൽ കിടക്കുന്നു, നയന സാധാരണ രീതിയിൽ നിലത്ത് കിടക്കുന്ന പഴയ അനുഭവത്തിലേക്ക് വരികയാണ്. അപ്പം നയന ഒരുപാട് തവണ പറഞ്ഞു കേട്ടോ, വെളിയിൽ ഞാൻ പോയി കിടന്നോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആദർശം സമ്മതിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ബെഡ്റൂമിൽ കിടക്കേണ്ടി വന്നത്. എന്തായാലും ആദർശനെ വിളിക്കുകയാണ്, ദേവയാനി വിളിക്കുക, നീ ഇവിടെ വീട്ടിൽ കിടക്കുകയാണെന്ന് പറയാം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, അവളെ റൂമിൽ കയറ്റി കിടത്തല്ലെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് ആദർശനോട് വഴക്കുണ്ടാക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് കാണുന്നുട്ടോ. അപ്പോൾ ആദർശന്, അമ്മ എന്താണ് അമ്മ ഈ പറയുന്നത്, അമ്മ ഇപ്പോൾ അവിടെ കിടക്കുക, ഇങ്ങനെ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ആദർശന് ഒരുപാട് വഴക്ക് പറയുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. നയന തൻ്റെ മുറിയിൽ കയറി ഉള്ള വാർത്ത കേട്ടു. അപ്പോൾ ആദർശന് മനസ്സിലായി, ഇവിടുത്തെ സംഭവങ്ങളൊക്കെ അവിടെ ചെന്ന് പറയുന്ന അമ്മയുടെ മനസ്സിൽ വിഷം കുത്തിവെക്കുന്ന, അമ്മേനെ വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ആദർശന് മനസ്സിൽ തോന്നുക കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ആദർശനോട് ദേവയാനി പറയുക, അവളുടെ ഈ ഫോൺ കൊടുക്കാൻ പറയുക. അങ്ങനെ ആദർശ് നമ്മുടെ നയനയുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. ഒരു പൊരിഞ്ഞൊരു വാക്ക് പോലെ തന്നെ അവിടെ നടക്കുന്ന കേട്ടോ. ആദർശ് നയനയെ നമ്മുടെ ദേവയാനി പൊരിക്കുകയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്നെ ഇവിടെ കിടത്തിയിട്ട് എന്നെ വിഷം കൊടുത്തന്ന് കൊല്ലാൻ ശ്രമിച്ചിട്ട് നിന്നിട്ട് അവനോടൊപ്പം പോയി കിടക്കാൻ വേണ്ടിയായിരുന്നു ലേഡി എന്നൊക്കെ ചോദിച്ച് അസഭ്യമാകുന്ന വാക്കുകൾ പ്രയോഗിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് നയനയ്ക്ക് സങ്കടം തോന്നുക കേട്ടോ. നയന പറയുകയാണ്, അമ്മ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ്, ഞാൻ വെളിയിൽ പോയി കിടന്നോളാം എന്ന് പറഞ്ഞത്. അപ്പോൾ ആദർശേട്ടന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നോർത്ത് ആദർശേട്ടൻ പിടിച്ച് കിടത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ടും ദേവയാനി സമ്മതിക്കുന്നില്ല. ദേവനെ പറഞ്ഞു, നിൻ്റെ തന്ത്രമായി ഇതൊക്കെ, നീ എന്നെ കൊന്നിട്ടെങ്കിലും നീ എൻ്റെ മോനെ സ്വന്തമാക്കുവാനുള്ള നിൻ്റെ ശ്രമമൊക്കെ കൊള്ളാലി എന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ ഒരുപാട് അസഭ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒടുവിൽ നയന സങ്കടത്തോടു കൂടി കിടക്കുക. ആദർശ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്യാസന നിലയിൽ കിടക്കുന്ന അമ്മേനെ സംരക്ഷിക്കണോ, തൻ്റെ ഭാര്യനെ സംരക്ഷിക്കണോ എന്നൊരു വലിയൊരു ധർമ്മസങ്കടമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം മുത്തശ്ശൻ
ദേവയാനിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ സങ്കടപ്പെടുന്നുണ്ട് ഈ സമയത്ത്. മുത്തശ്ശനോട് ചെന്ന് നമ്മുടെ നയന ഒരുപാട് ആശ്വാസ വാക്കുകൾ പറയുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും അമ്മേനെ അമ്മ ആദർശേട്ടനെ സ്നേഹിക്കുന്ന എനിക്കൊരു തർക്കവുമില്ല, പക്ഷേ എനിക്കൊരു ചില പരിഗണനയൊക്കെ തരണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അമ്മയും മോനും ഒരിക്കലും എൻ്റെ പേരിൽ വഴക്കുണ്ടാക്കല്ല, അവർ തമ്മിൽ എന്തുവാ ശത്രുക്കളാകാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു നല്ല ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. എന്തായാലും ജലജിയുടെയും ജാനകിയുടെയും തന്ത്രങ്ങളൊക്കെ ഫലിക്കുന്ന ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. ഇപ്പോൾ അല്പം ഭേദപ്പെട്ട് വന്നപ്പോൾ ദേവയാനി വീണ്ടും നയനയെ ഒതുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയും കിടക്കയിൽ തന്നെ വെച്ച് മരണത്തോട് മല്ലടിക്കുന്ന സമയത്തും നയനയെ ഒതുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന നാളത്തെ എപ്പിസോഡിൽ കാണാം. അതിനുശേഷമാണ് കാണുന്നത് ദേവയാനിക്ക് വീണ്ടും അസുഖം മൂർത്തിക്കുകയും അങ്ങനെ അസുഖം അത് വലിയ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോവുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഹൃദയത്തിന് ഡാമേജ് വരികയും അങ്ങനെ ഹൃദയം മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസം നാളത്തെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വലിയൊരു ട്വിസ്റ്റുകളൊക്കെയാണ് നാളെയൊക്കെ ആയിട്ട് നടക്കുവാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പ്രൊമോ വിശേഷമായി നിങ്ങൾ കാണണം. നാളത്തെ റിയൽ വിശേഷമൊക്കെ ആയിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.